പ്രിയ സഹോദരി സഹോദരന്മാരെ, ജീവിതത്തിൻ്റെ ഈ തിരക്കുകൾക്കിടയിലും ഒരു പ്രവാസി എന്ന നിലക്ക് ചില അനുഭവങ്ങൾ നിങ്ങളിലോട്ട് പങ്കുവെക്കാൻ എന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. നമുക്കറിയാം, കേരളം വലിയൊരു അതിൻ്റെ ചരിത്രത്തിൽ തന്നെ നിർണായകമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ മധ്യത്തിൽ നമ്മുടെ മുഖ്യമന്ത്രി ഇടയ്ക്കൊക്കെ വികസന അജണ്ട പുറത്തെടുത്തിട്ടുണ്ട്. പതിവില്ലാത്ത വിധം വികസനം പറയുന്നു. ചിലരൊക്കെ പറയുന്നു, ഇതൊരു ചൈനീസ് മോഡൽ നമ്മളിവിടെ കൊണ്ടുവരികയാണെന്നൊക്കെ. ചൈനയിൽ കമ്മ്യൂണിസം ഉണ്ടോ അല്ല, ഇന്ത്യയെക്കാളും കൂടുതൽ അവിടെ മുതലാളിമാരാണോ ഉള്ളത്, മുതലാളിത്തത്തിൻ്റെ വഴിയിലാണോ ചൈന പോകുന്നത്, അതൊരു വേറെ വിഷയം. ചിലർ പറയുന്ന ഇതൊരു പതിവില്ലാത്ത പരിപാടിയാണ്. ഇടയ്ക്കൊക്കെ ഇപ്പോൾ CPM പിണറായിയൊക്കെ ഇടയ്ക്കൊക്കെ വികസനം പറയുന്നുണ്ട്. അതിനൊരു കാരണമുണ്ട്, അത് നമുക്ക് ലാസ്റ്റിൽ സംസാരിക്കാം. ചിലർ പറയുന്നത് ഇത് ചെകുത്താൻ വേദമോന്നാണ്. നമുക്കൊന്ന് പരിശോധിക്കാം ചരിത്രപരമായിട്ട് വികസനവും കമ്മ്യൂണിസവും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റി നമ്മളൊന്ന് പരിശോധിക്കാം. അങ്ങനെ നമ്മൾ പുറകോട്ട് ഇങ്ങനെ പോകുമ്പോൾ ട്രാക്ടറിനെതിരെ സമരം ചെയ്തിട്ടുള്ള ഇന്ത്യയിലെന്ന് പറഞ്ഞുകൊണ്ട് ലോകത്തിൽ തന്നെ ഒരേ ഒരു പാർട്ടി ഏതാണെന്ന് നമുക്ക് ഒന്ന് അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. ട്രാക്ടർ ഇവിടെ ഒരബദ്ധമായിരിക്കും. ATM കാർഡിനെതിരെ സമരം ചെയ്തിട്ടുള്ള ഇന്ത്യയിലെ ഒരേ ഒരു രാഷ്ട്രീയ പാർട്ടി ഏതാ? കമ്പ്യൂട്ടറിനെതിരെ അപാരമായിട്ടുള്ള സമരം ചെയ്തിട്ടുള്ള ഇന്ത്യയിലെ ഒരേ ഒരു രാഷ്ട്രീയ പാർട്ടി. ആരെന്ത് തുടങ്ങിയാലും അവിടെ കൊടി കുത്തി അവനെ കുത്തുവാളെടുപ്പിക്കുന്ന ട്രേഡ് യൂണിയനിസം തുടങ്ങിയിട്ടുള്ള അങ്ങനെ ഉള്ള പരിപാടികൾ ഒപ്പിച്ചിട്ടുള്ള പാർട്ടി ഏതാണെന്ന് നമ്മളൊന്ന് അന്വേഷിക്കുന്നത് നല്ലതായിരിക്കും. നോക്കുകൂലി, ഒരു പണിയെടുക്കാതെ നോക്കുകൂലി വാങ്ങി എത്ര ആളെ കുത്തുവാളെടുപ്പിച്ചിട്ടുണ്ട് എന്ന് പരിശോധിക്കുന്നത് ഒന്ന് നന്നായിരിക്കും. നമ്മളെ നാട്ടിലെ കടക്കാരോടൊക്കെ ചോദിച്ചാൽ അറിയാം, പ്രത്യേകിച്ചും കുറച്ച് വർഷങ്ങളായിട്ട് ആ ഫീൽഡിലുള്ളവർക്ക്, ഈ നേതാക്കന്മാരെ തീറ്റിപ്പോറ്റാനുള്ള ചിലവ് അതിനവർ വേറെ വരുമാനം നീക്കി വെക്കണം. സ്വാഭാവികമായും അതിനുള്ള പൈസ വ്യാപാരികൾ നമ്മളെടുത്ത് നിന്ന് കൈക്ക് ഈടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഫാക്ടറികളിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള, ഇപ്പം കുറേ ഫാക്ടറികളൊക്കെ കുറവാണ് കേരളത്തിൽ, എന്നാലും കൊച്ചിയിലൊക്കെ എറണാകുളത്തൊക്കെ കുറേ ഫാക്ടറി ഉണ്ട്. അവരോടൊക്കെ ചോദിച്ചാൽ അറിയാം, കുറച്ച് നേതാക്കന്മാർ, ട്രേഡ് യൂണിയൻ നേതാക്കന്മാർ കഷത്തിലൊരു ഡയറിയും വെച്ചുകൊണ്ട് ഒരു പണിയെടുക്കാതെ കുറച്ച് കുറിച്ചിരുന്ന് ശമ്പളം വാങ്ങുന്ന പരിപാടി, പിന്നെ ആവശ്യവും അനാവശ്യവും സമരങ്ങളുണ്ടാക്കി കമ്പനി തന്നെ പൂട്ടിക്കുന്ന പരിപാടി, ഇത് വേറെ എവിടെയെങ്കിലും ഉണ്ടോ? വേറെ ഏതെങ്കിലും സംസ്ഥാനത്തുണ്ടോ? ഈ പരിപാടികളൊക്കെ ഇവിടെ തുടങ്ങിയത് ഈ നോക്കുകൂലിയുടെ ആശാന്മാർ ആരാണ് എന്ന് നമുക്കിവിടെ പരിശോധിക്കാം. സ്വാശ്രയ കോളേജ് സമരം നമുക്കറിയാം, മാസങ്ങളോളം നീണ്ടു നിന്ന സമരം കേരളത്തെ മൊത്തം സ്തംഭിപ്പിച്ച്, അതുപോലെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ അധ്യാപകരുടെയും മാസങ്ങളോളം ആൻ്റണി വെച്ച സമയത്താണ്, ബഹുമാനപ്പെട്ട ആൻ്റണി സാർ വെച്ച സമയത്ത് ഏകദേശം മാസത്തോളം നീണ്ടുന്ന സമരം. അപ്പോൾ ജൻസിക്ക് ചിലപ്പോൾ ഇതിൻ്റെ ചരിത്രമൊന്നും അത്ര അറിയുണ്ടാവില്ല, പക്ഷേ അതൊക്കെ ഒന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും. സ്വാശ്രയ കോളേജ് സമരം നമുക്കറിയാലോ, ഒരുപാട് ജീവിക്കുന്ന രക്തസാക്ഷികളുണ്ട്. അന്ന് സമരം ചെയ്തവർ കോൺഗ്രസ് കേരളത്തിലുള്ളവരുടെ ജനങ്ങളുടെ പണം തമിഴ്നാട്ടിലോട്ടും മദ്രാസ് കർണാടക പോലുള്ള പ്രദേശങ്ങളിലോട്ട് കോടിക്കണക്കിന് ഒഴുകുന്നത് കണ്ടപ്പം മലയാളികൾ തന്നെ അവിടെ പോയി പഠിച്ചുകൊണ്ടിരുന്നു. അത് കുറച്ച്
അങ്ങോട്ട് ഒഴുക്കണ്ട, കുറച്ച് ഇവിടെ തുടങ്ങാം എന്ന് വിചാരിച്ചപ്പോഴാണ് ഇവർ സമര കോലാഹലങ്ങൾ ഉണ്ടാക്കിയത്. ഇതേ ആൾക്കാരാണ് ഇപ്പോൾ വിദേശ സർവകലാശാലകൾ തുടങ്ങാമെന്ന് പറയുന്നത്. ഇതേ ആൾക്കാരുടെ മക്കളാണ് ബർമിംഗ്ഹാമിൽ പോയി പഠിച്ചത്. അപ്പോൾ ഇവരുടെ വികസന അജണ്ട നമ്മളൊന്ന് പരിശോധിക്കേണ്ടത് തന്നെയാണ്. ഞാൻ കൂടുതൽ ഉദാഹരണങ്ങൾ പറയുന്നില്ല, ഒരു 2 ഉദാഹരണം പറഞ്ഞിട്ട് ഞാൻ ഒന്ന് ബ്രീഫ് ചെയ്യാം. ഒന്ന്, ഈ അടുത്ത് ഇലക്ഷനായപ്പം ഗതിയില്ലാതെ അവസാനിപ്പിച്ച കോട്ടയത്തുള്ളൊരു ഭൂസമരം. ഇത് ഉമ്മൻചാണ്ടി സാറിൻ്റെ സമയത്ത് തന്നെ അവസാനിക്കേണ്ടതായിരുന്നു. സമരക്കാരുടെ എല്ലാ ഓഫറുകളും അക്സെപ്റ്റ് ചെയ്യാൻ ആ ജില്ലാ കളക്ടർ മുഖാന്തരം സർക്കാർ റെഡിയായി. ഭൂമി കയ്യേറിയതാണ്, പാവങ്ങളാണ്, നമ്മളത് പരിഗണിക്കണം. ഒരു തുണിക്ക് ഉടുതുണിക്ക് മറുതുണി ഇല്ലാത്ത അവസ്ഥയിലാണ്. അപ്പോൾ ഭൂമി കയ്യേറി അവർക്ക് ജീവിക്കേണ്ട, അവർക്ക് ഭൂമി കൊടുക്കാനും എല്ലാ അവകാശങ്ങളും കലക്ടർ റെഡിയായി സർക്കാർ മുഖാന്തരം. അത് ഈ നേതാവിനെ ഇൻഫോം ചെയ്തു. അപ്പം സമരക്കാരുമായിട്ടുള്ള പാവങ്ങൾ ഇപ്പം ഒരു മീറ്റിംഗ് വിളിച്ചു. മീറ്റിങ്ങിന് മുമ്പ് ഇൻഫോം ചെയ്തു, അവിടെ ഇനി പ്രശ്നം ഉണ്ടാകണ്ടല്ലോ. അപ്പം എല്ലാ കളക്ടറും നേതാവും ട്രേഡ് യൂണിയൻ നേതാവും സമരസമിതി നേതാവും ഒക്കെ റെഡിയായിട്ട് വന്നു. അപ്പം പാവങ്ങൾ വിചാരിച്ചത് നമ്മുടെ നിർദ്ദേശങ്ങളും നമ്മുടെ റിക്വസ്റ്റുകളും മുഴുവൻ അക്സെപ്റ്റ് ചെയ്യാന്നുള്ള രീതിയിലാണല്ലോ. അപ്പോൾ ഇതോടുകൂടി ഈ സമരത്തിനൊരു അവസാനം ഉണ്ടാകുകയും നമ്മുടെ അവകാശങ്ങളൊക്കെ നേടിയെടുക്കും എന്നുള്ള പ്രതീക്ഷയിലിരിക്കുക. നേതാവ് ചാടിക്കേറി പ്രസംഗം തുടങ്ങി. വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദം, വികസനവാദം, മൗലികവാദം, നമ്മളെ സിനിമയിലൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. പുറമേക്ക് ശത്രുത, വിഘടനവാദികളും വർഗീയവാദികളും പുറമേക്ക് ശത്രുതയിലാണെങ്കിലും എന്നൊക്കെ പറഞ്ഞ് ദാസ് ക്യാപിറ്റൽ അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ ചവിട്ടും കുത്തും ഒച്ചപ്പാടും വെളിയും ബഹളവും ഒക്കെ ആയിട്ട് ഈ നേതാവ് അങ്ങ് ഇറങ്ങിപ്പോയി. കലക്ടറിനത് മനസ്സിലായില്ല എന്താണെന്ന്. അപ്പോൾ നേതാവ് ഇറങ്ങിയപ്പം ഈ പാവം ആൾക്കാരും ആ കൂട്ടത്തിലങ്ങ് ഇറങ്ങിപ്പോയി. കളക്ടറിന് അന്തം വിട്ടുപോയി. നോർത്ത് ഇന്ത്യൻ കളക്ടറാണ്, പിന്നെ IAS കാരനാണല്ലോ. കുറച്ചൊന്ന് പുള്ളി അനലൈസ് ചെയ്ത് നോക്കിയപ്പം ഈ സമരം അവസാനിച്ച ആർക്കാ ലാഭമെന്ന് പുള്ളി ഒന്ന് തിങ്ക് ചെയ്ത് നോക്കി. നമ്മൾ ഈ കോട്ടയത്ത് തീരത്ത് അവസാനിപ്പിച്ച ഭൂസമരം. സമരം അവസാനിക്കുമ്പോൾ സമരത്തിൻ്റെ ഭാഗമായിട്ട് ഈ പാവം സമരക്കാർക്ക് റബ്ബർ വെട്ടാൻ, ആ ഭൂമിയിൽ റബ്ബർ വെട്ടാനും റബ്ബർ പാലെടുക്കാനും ഷീറ്റ് ഉണ്ടാക്കാനും അനുവാദം കൊടുത്തിരുന്നു. സ്വാഭാവികമായിട്ടും ഈ സമരം ചെയ്യുന്ന ഈ പാവങ്ങളുടെ അതിൻ്റെ ഒരു വിഹിതം നേതാവിന് കൊടുക്കല്ലോ. അവർക്ക് വേണ്ടി ജീവൻ പണയം വെച്ച് സമരത്തിനിറങ്ങിയ നേതാവാണല്ലോ. അപ്പോൾ നേതാവിന് ഇതൊക്കെ അങ്ങോട്ട് കിട്ടിയപ്പോൾ നേതാവ് അങ്ങ് തടിച്ചു കൊയ്ത്തു. ആ സമയത്താണ് ഈ പാവം കളക്ടർ ഇതൊന്ന് അവസാനിപ്പിക്കാനുള്ളൊരു നിർദ്ദേശമായിട്ട് വന്നത്. അപ്പോൾ ഈ സമരം അവസാനിച്ചു കഴിഞ്ഞാൽ ഈ നഷ്ടം വരുന്നത് നേതാവിനാണ്. അപ്പം പിന്നെ വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദമൊക്കെ പറഞ്ഞ് ഒച്ചപ്പാടും വെളിയുണ്ടാക്കി സമരം നീട്ടിക്കൊണ്ടുപോവുക. ഇത് ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ്. ഇതുപോലെ എത്ര ഫാക്ടറികൾ സമരങ്ങൾ അവർ നീട്ടിക്കൊണ്ടുപോയി എത്ര ഫാക്ടറികൾ പൂട്ടിച്ചു. ഇനി രണ്ടാമത്തൊരു പോയിന്റും കൂടെ പറയാം. നമ്മുടെ കണ്ണൂരെ ആന്തൂർ നഗരസഭ, അവിടെ ഒരു പാവം സാജൻ എന്നൊരു പ്രവാസി വ്യവസായി ഉണ്ടായിരുന്നു. പാർട്ടി അനുഭാവം ഏതാണ്? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടാണ് അനുഭാവം. പാവം കുറേ കഷ്ടപ്പെട്ടിട്ട് ഒരുപാട് പൈസ ഉണ്ടാക്കി. സ്വന്തം മണ്ണിൽ, ആന്തൂരിൻ്റെ മണ്ണിൽ നിങ്ങൾക്കൊക്കെ അറിയുന്നതാണ്, ഓഡിറ്റോറിയവും കോൺഫറൻസ് സൗകര്യമുള്ള കുറച്ച് വിശാലമായിട്ടുള്ള, കാരണം വിദേശത്തൊക്കെ ഗൾഫിലും ദുബായിലും മറ്റൊക്കെ വർക്ക് ചെയ്താണല്ലോ. അപ്പോൾ ഒരുപാട് സാധ്യതകളെ പറ്റി പുള്ളിക്കറിയാം. ടൂറിസ്റ്റുകളെ കൊണ്ടുവരുന്നതും ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ്ങും അങ്ങനെ പല ഓപ്ഷൻസും ഉണ്ടല്ലോ. ആ വലിയൊരു ഷോപ്പിംഗ് മാൾ ഉണ്ടാക്കി. സ്വന്തം നാട്ടിനോടുള്ള സ്നേഹം ഉള്ളതുകൊണ്ടാണ് ഉള്ള പൈസ മുഴുവൻ അവിടെ ഇറക്കി അങ്ങനെ ഒരു മാൾ ഉണ്ടാക്കിയത്.
മാളിൻ്റെ നിർമ്മാണ ഘട്ടത്തിൽ പാർട്ടിക്ക് കൊടുക്കാനുള്ളതൊക്കെ കൊടുത്തു. നിർമ്മാണം കഴിയുന്നത് വരെ പാർട്ടിക്ക് കൊടുക്കാനുള്ളതൊക്കെ കൊടുത്തു. ഇത്രയും പൈസ മുടക്കി. അപ്പോൾ അവിടെ ഒരു വേതാളം ഉണ്ടായിരുന്നു. ആ വേതാളം വലിയൊരു ഡിമാൻഡ് വെച്ചു. വലിയൊരു ഡിമാൻഡ്. ആ വേതാളം നമ്മളൊരു സ്ഥാനാർത്ഥിയാണ്, ശ്യാമള ടീച്ചർ, ഗോവിന്ദൻ മാഷയുടെ ഭാര്യ. ഞാൻ എന്താ ഗോവിന്ദൻ മാഷയുടെ ഭാര്യ എന്ന് പറഞ്ഞത്, അവർക്ക് സീറ്റ് കിട്ടിയൊക്കെ നിങ്ങൾക്കറിയാം. പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യയാണ്. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ അതിലും വലിയൊരു പദവിയില്ല. ഞാൻ നീട്ടി പറയുന്നില്ല. ആത്മഹത്യ ചെയ്ത സാജൻ ആത്മഹത്യക്കുറിപ്പിൽ, മരണക്കുറിപ്പിന് വലിയൊരു വാല്യൂ കൽപ്പിക്കുന്ന നിയമവ്യവസ്ഥയാണ് നമ്മൾ മരണസമയത്തുള്ള. ആത്മഹത്യക്കുറിപ്പിൽ എഴുതി വെച്ചത്, ശ്യാമള ടീച്ചർ പറഞ്ഞു, ഞാൻ ഇവിടെ ഉള്ളിടത്തോളം കാലം നീ ഈ സ്ഥാപനം തുറക്കൂല. പാർട്ടിക്ക് കൊടുക്കാനുള്ള മുഴുവൻ കൊടുത്ത് പോരായിരുന്നു. ശ്യാമള ടീച്ചറിനും കുറേ വീതം വേണമായിരുന്നു. ചെറിയ വീതമല്ല, ഇത്രയും മുടക്കി കഴിഞ്ഞാൽ വേറെ വഴിയില്ല എന്ന് അവർക്കറിയാം. വലിയൊരു വീതം വേണമായിരുന്നു. അത് കൊടുക്കാൻ അവൻ്റെ ഇല്ലായിരുന്നു. ആ സാജൻ്റെ ഇല്ലായിരുന്നു. പാവപ്പെട്ട പ്രവാസി, അയാൾ ആത്മഹത്യ ചെയ്തു. അവർ തളിപ്പറമ്പിൽ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്ന അവസ്ഥയിലാണ് ഇവിടെ വികസനം പറയുന്നത്. നിങ്ങളത് പരിശോധിക്കേണ്ടതാണ്. അപ്പം ഇവർക്ക് വേണ്ടി സമരം ചെയ്തിട്ട് കേരളത്തിൻ്റെ എത്ര വർഷങ്ങളാണ് നഷ്ടമായിട്ടുള്ളത്? പതിറ്റാണ്ടുകൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയില്ലേ? നമ്മളത് പരിശോധിക്കണ്ടേ? ഈ പാർട്ടിയെ പറ്റി പാർട്ടി സഖാക്കന്മാരെന്നെ പറയുന്നൊരു രഹസ്യമായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറഞ്ഞിട്ടുണ്ട്, ഈ പാർട്ടിക്ക് നേരം വെളുക്കാൻ താമസം. ഇവർക്ക് നേരം വെളുക്കാൻ താമസിക്കുന്നതുകൊണ്ട് കേരളത്തിന് എത്രമാത്രം നഷ്ടമുണ്ടായത്. ഇനി ഇപ്പം ഇച്ചിരി വികസനം പറയുന്നുണ്ടല്ലോ, അതിൻ്റെ കാരണം എന്താണെന്നും കൂടി ഞാൻ ഒന്ന് പറയാം. നിങ്ങൾക്കറിയോ, ഈ പാർട്ടി ഒരു ഗതിക്ക് പരഗതിയില്ലാത്ത അവസ്ഥയായിട്ട് ഇന്ത്യ മൊത്തം വന്നു. പണ്ടൊക്കെ ബംഗാളിലെ പാർട്ടി സഖാക്കന്മാർ എന്ത് പവറായിരുന്നു, എന്ത് മോഡിയായിരുന്നു. അവസാനം ബംഗാളിലെ പരാജയത്തെപ്പറ്റി അന്വേഷിച്ചപ്പം ബംഗാളിലെ പാർട്ടി ഓഫീസിൽ രാത്രിക്ക് രാത്രി തൃണമൂൽ ഓഫീസായി മാറിയപ്പം ജില്ലാ സെക്രട്ടറിയും പോളിറ്റ് ബ്യൂറോ മെമ്പർമാരും ഒക്കെ നടുവിന് ചവിട്ട് കൊണ്ടിട്ട്, ബംഗാളിൽ ഇഷ്ടംപോലെ വയലുകളുണ്ടല്ലോ, വയലിൻ്റെ ചളീൻ്റെ ടേസ്റ്റ് അറിഞ്ഞപ്പം ചവിട്ടി ചളിയിലേക്ക് പൂച്ചിക്കളഞ്ഞപ്പം ഒരു പ്രാവശ്യം ഭരണം പോയപ്പം ജനങ്ങളുടെ പേടി മാറിയായി. പിന്നെ അവർ തിരിഞ്ഞു നോക്കിയില്ല ഈ പാർട്ടിയെ. പാർട്ടി ഒന്ന് അനലൈസ് ചെയ്തു. ഇച്ചിരി ബോധമുള്ള ഒരു പാർട്ടിയോട് പറഞ്ഞു കൊടുത്തു, സഖാവേ, 25 വർഷം 30 വർഷം ഭരണം കിട്ടിയിട്ട് ആ ജനങ്ങളെ പാവപ്പെട്ടവരായിട്ട് നിർത്തി. വികസനത്തിൻ്റെ തരിമ്പ് പോലും അവർക്ക് കൊടുക്കാതെ അവരെ പറ്റിച്ചതിൻ്റെ ഫലമാണ് ഇപ്പം നിങ്ങൾക്ക് പുറത്ത് കിട്ടിയ ചവിട്ട്. ഈ വിവരം ബംഗാളിയിലെ നേതാക്കന്മാർ സഖാവിന് എത്തിച്ചു കൊടുത്തു, നമ്മുടെ കാരണഭൂതത്തിൻ്റെ അടുത്ത് എത്തിച്ചു കൊടുത്തു. അല്ലെങ്കിൽ നിങ്ങൾ കണ്ണൂരിലുള്ള സഖാക്കന്മാരോടൊക്കെ ചോദിച്ചാറേ ഇത്രയും വർഷം എന്തായിരുന്നു അവിടെ വികസനം. അപ്പം ലേശം വികസനം പറഞ്ഞില്ലെങ്കിൽ പിന്നെ തല കാണൂല എന്ന് പറഞ്ഞപ്പോഴാണ് ഇച്ചിരി ഉമ്മൻചാണ്ടി സാറ് കൊണ്ടുവന്ന ഫോട്ടാണെങ്കിലും പിന്നെ നമ്മളെ മരുമോനെടുക്കുന്ന റീൽസ് അറിയാലോ, കേരളത്തിൻ്റെ റോഡുകളല്ല, കേരള ഫണ്ടിൽ നിന്നുള്ള റോഡല്ല. അങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഇച്ചിരി മോടി പിടിപ്പിച്ച് ഇച്ചിരി വികസനം പറയുന്നത് ബംഗാളിൽ ഇവർ നശിപ്പിച്ച അനുഭവം ഉള്ള ബംഗാളി സഖാക്കന്മാരുടെ നിന്ന്
ത്രിപുരയിലെ സഖാക്കന്മാരിൽ കിട്ടിയ വിവരം വെച്ചിട്ടാണ്. ഇനിയും ജനങ്ങളെ വിഡ്ഢിയാക്കി കഴിഞ്ഞാൽ അവർ തിരിഞ്ഞു കുത്തും എന്നുള്ള വിവരം നമുക്കറിയാം. ഇന്ത്യയിലെ ഏറ്റവും ദരിദ്രമായിട്ടുള്ളത് പാവപ്പെട്ട ബംഗാളികളാണ്. എന്തായിരുന്നു അവിടെ പ്രത്യേകത? 30 വർഷമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ വികസന കെണിയിൽ നമ്മളാരും വീണ് പോകണ്ട എന്നുള്ളതാണ്. ഞാനൊരു പ്രവാസിയാണ്, ജോലി തിരക്കിൻ്റെ ഇടയിലും നിങ്ങളോടിപ്പോൾ ഷെയർ ചെയ്യുന്നത്. CPM നേരം വെളുക്കൊന്നുമില്ല. ശ്യാമള ടീച്ചറും ഇപ്പോഴും സ്ഥാനാർത്ഥികളാണ്. അതേപോലെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. അവരൊക്കെ ഇപ്പോഴും സ്ഥാനാർത്ഥികളാണ്. ഈ വികസന മുരടിപ്പുകാർ ഇപ്പോഴും സ്ഥാനാർത്ഥികളാണ്. അവർക്കിനി ഒരവസരം കൊടുക്കേണ്ടതില്ല എന്ന് പറയാൻ വേണ്ടിയാണ്. വിശദമാക്കാൻ സമയമില്ല, ഞാൻ ഒരുപാട് സമയം നീണ്ടുപോയി. അതുകൊണ്ട് മാത്രമാണ് ഇത്രയും പറഞ്ഞത്. നന്ദി, നമസ്കാരം.